ഇന്ന് രാവിലെ തന്നെ അമ്മേന്റെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിലെ പയറിനും കൊളരിക്കൊക്കെല്ലാം പന്തലിട്ട് കൊടുക്കുന്ന പണിയിലാന്നേ. സഹായത്തിനായിട്ട് ഇന്ന് അച്ഛനും കൂടിയുണ്ട്. അമ്മ പാറക്ക് പോയി പന്തലിന് മുകളിലിടാനുള്ള ഇല്ലിയെല്ലാം കൊത്തിക്കൊണ്ടുവന്നു. കുറച്ച് നെറ്റുണ്ടായത് അതും ബാക്കി കയറെല്ലാം അച്ഛൻ നന്നായിട്ട് വലിച്ച് കെട്ടി തന്നു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാനും അമ്മയും ഇല്ലിയെല്ലാം നിരത്തി വെച്ചു കൊടുത്തു. വീട്ടിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് എല്ലാം അമ്മേൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ട് കേട്ടാ. വഴുതനങ്ങ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതാ മീറ്റർ പയർ അമ്മ ചാക്കിന് നട്ടതാണ്. കുറഞ്ഞത് ഒരു 60 സെന്റിമീറ്റർ എങ്കിലും ഇതിന് നീളം കാണും കേട്ടാ. പിന്നെ ഇതാ കൊടോരിക്കയും പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇതിനെ നേരമ്പെന്നും പറയും. നിങ്ങളെ നാട്ടിൽ എന്നാന്ന് പേര് പറയലൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ചോന്ന വണ്ടിയുണ്ട്. ഇതിൻ്റെ എല്ലാം വളം കിട്ടിയിട്ടാണെന്ന് തോന്നും. കുറച്ച് മൊട്ടാമ്പിളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി വെണ്ടയ്ക്കയാണ് കേട്ടാ. നല്ല അടിപൊളി തടിച്ച വെണ്ടക്ക. പിന്നെ നമ്മൾ ആദ്യം നട്ടത് മത്തനാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ പിടിക്കാൻ തുടങ്ങിയത് മത്തനാണ്. പിന്നെ കുറേ ചീരയുണ്ട്. ചീര അമ്മ ചാക്കിൽ നട്ടു കൊടുത്താണ് കേട്ടാ. അതിൻ്റെ തണ്ട് പൊട്ടിക്കുന്നോറും ഇതുപോലെ തേത്ത് വരും. അത്യാവശ്യം ഉപ്പേരിക്കില്ലേ ഇതെല്ലാം ഈ ഒരു ചാക്കിൽ നട്ട ചീരയിൽ നിന്ന് കിട്ടലുണ്ട്. പിന്നെ ഈ പച്ചമുളക് ഏകദേശം ഒരു 3 കൊല്ലമായി കേട്ടാ. അപ്പൊ അതിന് കുറച്ചെല്ലാം ഇതാ നമ്മൾ വിളവെടുത്തിട്ടുണ്ട് പാകായത്. നമ്മളെ ഉണ്ട വണ്ടക്കൽ ഇതാ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. അതുപോലെ മീറ്റർ പയർ ഒന്ന് പാകായത് പറിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് കണക്ക് നട്ടു നോക്കുക. പിന്നെ ചാക്കിൽ പിന്നെ നമ്മൾ കഴുകിയ വെള്ളമായാലും മതി. എന്താ വെച്ചാൽ അരി കഴുകിയ വെള്ളമായാലും കഞ്ഞീര വെള്ളമായാലും മീൻ കഴുകിയ ചിക്കൻ കഴുകിയത് എന്ത് വെള്ളമായാലും നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അമ്മ എല്ലാം കൂടി ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ അങ്ങനെ കുറേ ഒഴിച്ചു കൊടുക്കുക. വെള്ളമില്ല വിചാരിച്ചിട്ട് ആദ്യം പച്ചക്കറി നടാതിരിക്കരുത്. എല്ലാവരും നടണം. എന്താ വെച്ചാൽ നമുക്ക് പിന്നെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് തന്നെ ഉണ്ടാക്കാം. നമ്മൾ അടുക്കളത്തോട്ടമായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സമയം കിട്ടുന്നുണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക. അപ്പം ഞാനിതുള്ളത് പന്തലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.